റൈസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ആദ്യം തന്നെ നമുക്ക് കുക്കറിലേക്ക് 2 സ്പൂൺ നെയ്യും കുറച്ച് ഓയിലും ചേർത്ത് ചൂടാക്കുക. ചൂടാകുന്ന ടൈമിൽ നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കൽപ്പാസി, അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇത് പൊട്ടി വരുന്ന ടൈമിൽ ഞാനൊരു സവാളയാണ് ചേർത്തിട്ടത്. അങ്ങനെ അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 2 തക്കാളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ തൈര് ഇട്ടിട്ടുണ്ട്, അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി എണ്ണ തെളിയുന്ന വരെ വെയിറ്റ് ചെയ്യുക. എണ്ണ തെളിയുന്ന ടൈമിൽ കുതിർത്ത് വെച്ച റൈസ് എടുത്ത് ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ ഇവിടെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിന് 5 ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുക്കറിൽ വെച്ച് 2 വിസിലുണ്ടാവും